MRC സ്റ്റിൽ ഈ ഒരു ലൊക്കേഷൻ ഹോൾഡിംഗ് ആണ്, ഈ ഒരു ഹിൽ ടോപ്പ് ഹോൾഡിംഗ് ആണ്. TGA ഈസ് അവിടെ ഒരു കണ്ടുമുട്ടൽ നടക്കുമോ, കൂട്ടുമുട്ടൽ. എസ്, ഇവിടെ ഒരു പിറ്റിംഗ് നടക്കുന്നുണ്ട്. മിന്നൽ മാക്കിന്റെ വണ്ടിക്കിട്ട് പിറ്റിംഗ് കൊടുക്കുന്ന രംഗമാണ് കാണുന്നത്. മിന്നൽ മാക്ക്. ഓക്കെ, ലോങ്ങിൽ നിന്ന് MRCയുടെ പ്ലെയേഴ്സ് ഷൂട്ട് ചെയ്യുന്നുണ്ട് ഈ TGയുടെ കാറിനിട്ട്. ബട്ട് ഇവരെല്ലാം ഇവിടെ ഇറങ്ങുന്നുണ്ട്, നമുക്ക് നോക്കാം. ആരും ഓൺ ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ടില്ല. MRCയുടെ കുറച്ച് പ്ലെയേഴ്സ് മാത്രം ഓൺ ഗ്രൗണ്ടിൽ ഇറങ്ങിയെന്ന് TGയുടെ കാർസിന് ഹിറ്റ് കൊടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. നമുക്ക് നോക്കാം ഇവിടെ എന്താ നടക്കാൻ പോകുന്നതെന്നുള്ളത്. TGA എന്താണ് പ്ലാൻ ചെയ്യുന്നതെന്നുള്ളത്. കത്തി TGA എന്താണ് പ്ലാൻ ചെയ്യുന്നത്? ഇൻഷ്യലിലും ഉണ്ടോ ഹോൾഡിങ്? എല്ലാത്തിലും ഈച്ച് ആൻഡ് എവരി സിറ്റുവേഷൻ. എന്താണ് പാക്കു? ഇട്ട് ഓ, ഇവിടെ ഹൈജും. ഇതെന്താണ്, റോക്കറ്റ് ലീഗോ? ചാടിപ്പോയി. ഇവിടെ നല്ല അടി കിടക്കുന്നുണ്ട് കേട്ടോ. ആ റിഡ്ജ് കുത്തിച്ച് കയറി വരാൻ ശ്രമം നടത്തുന്നു. പക്ഷേ MRC ഇവിടെ നിന്ന് ആന്റണി ഒരു ടീം കില്ല് അവിടെ ഇട്ടിരിക്കുന്നു. ടീം കില്ല് വന്നിരിക്കുന്നു ആന്റണിയുടെ ഭാഗത്തുനിന്ന്. ബ്രോക്കൻ ഇവിടെ നിന്ന് അടിക്കുന്നുണ്ട്. ഇവിടെ എന്താ നടക്കുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല. TGA ആന്റണിയുടെ വണ്ടി ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. ഇവിടെ നല്ല രീതിയിൽ ഒരു റിഡ്ജ് ഫൈറ്റാണ് നടക്കുന്നത്. രണ്ട് സൈഡിൽ നിന്ന്. ഈ ഒരു സൈഡിൽ TGA ആൻഡ് ഓപ്പോസിറ്റ് സൈഡിൽ. അവിടെ എന്തോടെ കാർ ഏറി കയറ്റി നിർത്തിയേക്കുന്നത്. ഇതെന്തത്? അതെന്താ? പെരുന്നാൾ അടിയാണ് ഇവിടെ നടക്കുന്നത്. എന്നിട്ട് കാർ ഇന്ന ആൾക്ക് ഒന്നും പറ്റിയെന്നുള്ളതാണ്. അത്ഭുതപരമായിട്ട് രക്ഷപ്പെട്ടിരിക്കുന്നു. ഇതിന് മീഡിയം. ഇസ്മയിൽ റെക്സ് ഇവിടെ കണക്ഷൻ ടൈം ഔട്ടായി പോയിട്ടുണ്ട്. എടാ, റിജിന്ന് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് കിഡിലും അടിയാണ് നടക്കുന്നത്. ഒരു കാഷ്വാലിറ്റി വീണിട്ടില്ല. TGയുടെ ഒരു പ്ലെയർ ഡൗൺ ആയിട്ടുണ്ട്. ഇവിടെ സീൻ അടിയാട്ടോ നടക്കുന്നത്. MRC TGയുടെ ബാക്കിൽ കൊണ്ടുവച്ച് കുത്തിച്ചു കഴിഞ്ഞാൽ TGക്ക് പണി കിട്ടും. പക്ഷെ അത് ഓൾറെഡി നോക്കുന്നുണ്ട്. ഉക്കറൊക്കെ നോക്കുന്നുണ്ട്. ബാക്ക് ഫ്ലാങ്ക് നോക്കുന്നുണ്ട്. MRC റൊട്ടേറ്റ് ചെയ്ത് TGയുടെ ബാക്കിൽ വന്ന് കുത്തിച്ച് ബാക്ക് സ്റ്റാബ് അടിക്കുമോ നമുക്ക് നോക്കാം. കറണ്ട്ലി അവരുടെ റൊട്ടേഷൻ കട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് വെഹിക്കിൾസ് പോകുന്നുണ്ട്. MRC സ്റ്റിൽ ഹോൾഡിംഗ് ദ ലൊക്കേഷൻ. ഇതൊരു ശരിക്കും ഒരു രണ്ട് പട്ടാളക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് യുദ്ധം ചെയ്യുന്ന പോലെ ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ചറപറ വെടി വരുന്നുണ്ട്. പക്ഷേ ഒന്നും ഇവിടെ കിൽ ഫീഡിലൊന്നും വരുന്നില്ല. ലക്കി ഉസ്മാൻ അവിടെ AFK നിൽക്കുകയാണ് ഇതിൻ്റെ ഇടയ്ക്ക്. ഓക്കെ, MRCയുടെ ഒരു വണ്ടി കുത്തിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, അവരുടെ ബാക്കിൽ കുത്തിക്കാൻ വേണ്ടി ഫ്ലാങ്ക് എടുക്കാൻ വേണ്ടി ബുൾ ഓപ്പ് ചെയ്യാൻ ഇക്രുമോൻ ട്രൈ ചെയ്യുന്നുണ്ട്. ബട്ട് TGയുടെ കുറച്ച് പ്ലെയേഴ്സ് ഓൾറെഡി ആ ഒരു ബാക്ക് സ്റ്റാബ് കൗണ്ടർ ചെയ്യാൻ വേണ്ടി അവിടെ ഇറങ്ങിയിട്ടുണ്ട്. സിറ്റുവേഷൻ മീഡിയമില്ലെന്ന്. അത്രയുള്ള എടാ, ബക്കിക്കിട്ട് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ബക്കി ഗൈസ്, PLന്റെ ഒരു ചെറിയ ഇസ്കിതിയൊക്കെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ബാക്കി അവിടെ സ്ലോ മോഷൻ ബക്കി കത്തിപ്പോയിരിക്കുന്നു. നെഞ്ചു പിരിച്ച് നമ്മുടെ അടി കൊള്ളുകയായിരുന്നു. പക്ഷെ കത്തിപ്പോയി. പുള്ളിക്കാരന് പിങ്ങിയെല്ലാം അടിച്ചതാണ്. ഇപ്പൊ ഒരു മഴ പെയ്ത് തോന്നുന്ന പോലെ ഉണ്ട്. വെടിയൊക്കെ ചെറുതായിട്ട് നിർത്തിയിട്ടുണ്ട്. എന്താ ഇവിടെ നടക്കുന്നെന്നുള്ള കാര്യത്തിൽ ഒരു എനിക്ക് തോന്നുന്നു പ്ലെയേഴ്സിനൊക്കെ PL കയറിയിട്ട് അവർ ഷൂട്ടിങ് നിർത്തിയെന്നാണ് തോന്നുന്നത്. പെട്ടെന്നൊരു മഴ പെയ്ത് തോന്നുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് കറണ്ട്. അറബിക് ചാറ്റ് വന്നല്ലോ ബ്രോ. വെൽക്കം ടു ദ സ്ട്രീം. പ്രീവാർ ആണോ? ബോത്ത് ഗാങ്സ്. എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം. മാക്സിമം സബ് ചെയ്യാത്തവരൊക്കെ സബ് സപ്പോർട്ട് ചെയ്യും. നമ്മൾ ബോട്ടിങ്ങാണ്. ഓക്കെ, രാത്രിയായി തുടങ്ങിയിട്ടുണ്ട്.
ഇവർ ബാക്കിൽ കുത്തിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് കേട്ടോ. 2 ബ്രസീലിയൻ പക്കയാണ് ബാക്ക്. ഇവിടെ TJ നിക്ക് 2 പിക്ക് എടുത്തിരിക്കുന്നു, 3 പിക്ക്. അലക്സ് ഡെവോറിനെ ഡൗൺ ആക്കി TJ കയറി വന്ന് റൊട്ടേറ്റ് ചെയ്ത് കയറി വന്ന് റൈറ്റ് സൈഡിൽ കൂടെ കയറി വരുന്നുണ്ട്. TJ ഡ്രേക്ക് ഒരു പിക്ക് എടുത്തിരിക്കുന്നു. MRCയിലെ ഓൾമോസ്റ്റ് കുറവ് ഡൗൺ ആയി. ഇക്രു മോൻ അവിടെ ഒരു പിക്ക് എടുത്തിരിക്കുന്നു. പ്രണവ് സേട്ടൻ ഒരു പിക്ക് എടുത്തിരിക്കുന്നു. ഇവിടെ എന്റെ പൊന്നു പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത രീതിയിൽ കയറി വന്നേട്ടെ TJ. CK മാരി അവിടെ 2 പിക്ക് എടുത്തിട്ടുണ്ട്. ചാർലി ഒരു പിക്ക് എടുത്തിരിക്കുന്നു. ഈ റിഡ്ജിൽ ഇവര് റൊട്ടേറ്റ് ചെയ്ത് ജോക്കറൊക്കെ നിന്ന് അടിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. TJ റെഡ് മാക്സ് അവിടെ പിക്ക് എടുത്തിരിക്കുന്നു. മൈൽസ് പിക്ക് എടുത്തിരിക്കുന്നു. റോബ് പിക്ക് എടുത്തിരിക്കുന്നു. ജിൻടക്കായി ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ജിൻടക്കായി ഒക്കെ ആക്ച്വലി അത്രയും ബുള്ളറ്റ്സ് വരുന്നതിന്റെ ഇടയ്ക്ക് നിന്ന് അടിച്ചൊരു പിക്ക് എടുക്കാന്ന് വെച്ചാൽ ഭയങ്കര എടാ സ്മോക്ഡ് ബേബ്സിനെ ഡൗൺ ആക്കി ജിൻടക്കായി. ഇത്ര പേരെ അടിച്ചിട്ട് ഒരാളെ അവൻ ഡൗൺ ആക്കി. ഇൻസൈൻ. TJ ഒരു പ്രതീക്ഷിക്കാത്ത ഒരു പെട്ടെന്നൊരു പുഷായി പോയി കേട്ടോ. MRC ഇത് പ്രതീക്ഷിച്ചില്ലെന്ന് തോന്നുന്നു. പെട്ടെന്ന് റൊട്ടേറ്റ് ചെയ്ത് എന്ന് കയറി ഒന്ന് അടിക്കുന്ന രംഗമാണ് കണ്ടത്. ഇവിടെ ഷേഖ് നുഹ്മാൻ ഡൗൺ ആയിരിക്കുന്നു. ഷിബു അവിടെ ലോങ്ങിൽ നിന്നൊരു പിക്ക് എടുക്കുന്നതായിട്ടുള്ള കാഴ്ചയാണ് കാണുന്നത്. ബട്ട് ഷിബു TJ ഒരു അൺഎക്സ്പെക്റ്റഡ് പുഷാണ് MRCക്ക് കൊടുത്തത്. ബട്ട് സ്റ്റിൽ അവിടെ CK മാരിയൊക്കെ മാക്സിമം കൗണ്ടർ ചെയ്യാൻ വേണ്ടി നോക്കി. ഇത്രയും പേരും കൂടെ റൊട്ടേറ്റ് ചെയ്ത് അടിക്കുന്ന സമയത്ത് ഫൈറ്റ് എടുക്കുന്നത് കുറച്ച് ടാസ്ക്കാണ്. എന്തൊരടിയായിരുന്നു അവിടെ നടന്നത്. നിക്കി 4 വിക്കറ്റ് എടുത്ത് ആദ്യമേ തന്നെ 4 പേര് ഡൗൺ ആക്കി. ലക്കി ഉസ്മാൻ വണ്ടിക്കകത്തുണ്ടായിരുന്നു. അയ്യോ മെക്സിക്കൻ പൊറിഞ്ചു അത് നോട്ട് ചെയ്ത് ഡൗൺ ആക്കി വിട്ടിരിക്കുന്നു ലക്കി ഉസ്മാൻ. ഒരു കിടിലം ഫൈറ്റ് ആയിരുന്നു കേട്ടോ. കിടിലം ഫൈറ്റ്, ഒന്നും പറയില്ല. ഷിബു ഇപ്പോഴല്ലേ ഈ പുള്ളി വേണമെന്ന് ചെയ്യാൻ തോന്നുന്നു കേട്ടാ. അത് ഓട്ടോമാറ്റിക് മൂന്നാമത്തെ കിക്കാവും. ഷിബു ഒറ്റയ്ക്ക് നിന്ന് MRC ഒരു കംബാക്ക് ചെയ്യുമോ എന്ന് നമുക്ക് നോക്കാം. ഷിബു ഒറ്റയ്ക്കാണുള്ളത്. ഷിബുവിനെ ഫോളോ ചെയ്ത് അഡ്മിൻസ് നമ്മളിങ്ങനെ പോകുന്നുണ്ട്. അതുകൂടാതെ അവിടുന്ന് ജമ്പ് ചെയ്ത് റോക്കറ്റ് ലീഗിനെ പോലെ വരുന്ന മെക്സിക്കൻ പൊറിഞ്ചു ഒറ്റയ്ക്ക് ഷിബുവിനെ ടാർഗറ്റ് ചെയ്യുകയാണ്. ഷിബുവിൻ്റെ ബാക്കിൽ വേറെ ആരുമില്ല, മെക്സിക്കൻ പൊറിഞ്ചു മാത്രമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഷിബു അങ്ങനെ കാർ എടുത്ത് പോവാണ്. സുയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സാൻഡി ഷോർസിൽ ഇടിച്ച് നിൽക്കുന്നു. ഷിബു സുൽത്താൻ, മെക്സിക്കൻ പൊറിഞ്ചു വേഴ്സസ് ഷിബു സുൽത്താൻ. ഒരു പിറ്റിംഗ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. MRCയുടെ ബാക്കിയുള്ള പ്ലെയേഴ്സ് ഡൗൺ ആയിട്ടുണ്ട്. TJയുടെ കൂടുതൽ പ്ലെയേഴ്സ് ഷിബുവിനെ ടാർഗറ്റ് ചെയ്ത് വരുന്നുണ്ട്. 2 കാറുണ്ട്. ഓക്കെ, വെട്ടിച്ചെടുത്തൊക്കെ പോകുന്നുണ്ട് ഷിബു. നമുക്ക് നോക്കാം. ഷിബു മാക്സിമം വെട്ടിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഷിബു ആൻഡ് മെക്സിക്കൻ പൊറിഞ്ചു. ഇതെന്തോടെ അത് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൽ പോലത്തെ ഒരു സീനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ. ചേസിങ്. ഓ, ഷിബു അവിടെ ബ്രേക്ക് പിടിച്ച് വണ്ടി പിറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുന്നു. റോഡിന്റെ സൈഡിലോട്ട് പിറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഷിബു സുൽത്താൻ. പക്ഷേ TJ വിട്ടുകൊടുക്കാതെ ഫോളോ ചെയ്യുന്നുണ്ട്. TJയുടെ 3 വണ്ടിയാണ് ഫോളോ ചെയ്ത് വരുന്നത്. അൾട്ടിമേറ്റ് ചേസായി മാറുമോ നമുക്ക് നോക്കാം. ഷിബു മാക്സിമം ഊട് വഴി കൂടെ ഒക്കെ കയറി അവരെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. TJയുടെ 2 വണ്ടി 3 വണ്ടിയാണ് ഫോളോ ചെയ്യുന്നത്. 4ാമത്തെ ഒരു വണ്ടിയും കൂടെ വരുന്നുണ്ട്. ഒറ്റ കാറിന് 4 വണ്ടികളാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷിബു സുൽത്താൻ ഇതിനകത്ത് എസ്കേപ്പ് ചെയ്യാൻ പറ്റുമോ നോക്കാം. മാക്സിമം ഊട് വഴി കൂടെ ഒക്കെ കയറി പോകുന്ന രംഗമാണ് കാണുന്നത്. എന്താവും എന്ന് നോക്കാം. ഷിബു വെച്ച് കത്തിച്ച് പൊക്കോണ്ടിരിക്കുക കേട്ടോ. വണ്ടിയുടെ എണ്ണ തീരാതിരുന്നാൽ മതി, തീർന്നാൽ അവിടെ ഇറങ്ങേണ്ടതായിട്ട് വരും. ഷിബുവിന്റെ ഡ്രൈവിംഗ് സ്കിൽസ് എക്സിബിറ്റ് ചെയ്യുകയാണ്. ഓ നൈസ്, അത് കൊള്ളായിരുന്നു. പക്ഷേ കാര്യമില്ല, വണ്ടിയുടെ ലൈറ്റ് ഉണ്ടായത് കൊണ്ട് TJ കറക്റ്റായിട്ട് അത് സ്പോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അവർ എത്ര വണ്ടിയാണ് തമ്മി കൂട്ടിയിടിക്കുന്നത്. ഷിബു സുൽത്താനെ വെച്ച് പിടിക്കുകയാണ്. നമുക്ക് നോക്കാം. നിർത്താതെ വെട്ടിക്കിളിയെ പോലെ പാറിക്കൊണ്ടിരിക്കുകയാണ്.
ഇത് ഹെലികോപ്റ്റർ ഷോട്ട് കാണുമ്പോൾ മറ്റേ NFS-ലൊക്കെ പോലെ തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക്. പോലീസ് ചേസ് ചെയ്യാൻ വരുമ്പോൾ ടണലിൽ കയറി ഹെലി ഷോട്ട്സ് പോലെ ഉണ്ട്. അയ്യോ പോയല്ലോ സുഹൃത്തെ. NFS-ൽ ഒരു ഷോട്ട് പോലെ തോന്നി കേട്ടോ എനിക്ക്. ഇതെന്താണ് ഇത് ആകാശമാണോ? ഷിബു പ്രോ ഡ്രൈവറോ? ഓക്കെ, നൈസ്. ഒരു എസ്കേപ്പാണ് അവിടെ നടത്തിയത്. നമുക്ക് നോക്കാം ഷിബു ഇതിനകത്ത് എസ്കേപ്പ് ചെയ്ത് പോകുന്നുണ്ടോന്ന്. ഷിബു മാക്സിമം വെച്ച് കത്തിച്ചുകൊണ്ടിരിക്കുക കേട്ടാ, പിടി കൊടുക്കാതെ. ഒരു അൾട്ടിമേറ്റ് ചേസ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സിറ്റിയിലോട്ട് കയറിയിട്ടുണ്ട്. സിറ്റിയിലൊരു ചേസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മോസ്റ്റ് വാണ്ടഡിലെ പോലെ ഉണ്ട് കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് സൗണ്ടും എല്ലാം കൊള്ളാം. പോലീസിന് വരെ TG ആണ് ബാക്കിൽ വരുന്നത്. എടാ അവര് വഴിയേറ്റിപ്പോയാ? ഷിബു അൾട്ടിമേറ്റ് എസ്കേപ്പിലോട്ടാണോ പൊക്കോണ്ടിരിക്കുന്നത്? നമുക്ക് നോക്കാം. ശിവ ഒന്നും പറയണ്ടടാ, ഞാൻ നിന്നോട് പറയാം. ഇന്നലെ ഫുള്ള് GG ആയി. TG ആരെയും കാണാനില്ല. TG ഓൾമോസ്റ്റ് TG എടുത്തത് എസ്കേപ്പ് ആയിട്ടുണ്ട്. ഷിബു ഒരു കിഡിലെ എസ്കേപ്പ് ആണ് അവിടെ നടത്തിയിരിക്കുന്നത്. എന്തോടെ ഇത് ഫയർ? ഇത് ലൈക്ക് CID മൂസയാ. എനിക്കിത് ഹെലി വ്യൂ നോക്കുമ്പോ കാണുമ്പോ തോന്നുന്നത് മറ്റേ നമ്മുടെ NFS-ലൊരു ചേസ് ഉണ്ടല്ലോ, അതേപോലെ എനിക്ക് തോന്നിയത്. ബട്ട് എനിക്ക് തോന്നുന്നു TJക്ക് ഷിബുവിന്റെ ലൊക്കേഷൻ മിസ്സായിട്ടുണ്ട്. സിറ്റിയിൽ കൊണ്ടുപോയി വട്ടം കറക്കി ഇട്ടിരിക്കുന്നു അവിടെ. TJക്ക് ലൊക്കേഷൻ മിസ്സായിട്ടുണ്ട്. ഇനി ലൊക്കേഷൻ അവർ ചോദിക്കുമായിരിക്കും മിക്കവാറും. ഷിബു സ്റ്റിൽ അലൈവ്. കൊച്ചൊരു കാറാണെങ്കിലും ആ കാർ പോണ പോക്ക് നോക്കും. ഹാൻഡിലിങ് നല്ലതാണെന്ന് തോന്നുന്നു. അത് മാത്രമല്ല TJയുടെ കാർസ് കൂടുതലല്ലേ, അപ്പോൾ ഇവൻ ഇങ്ങനെ വെട്ടിക്ക് അടിക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് TJയുടെ കാർസ് തമ്മി പിറ്റിയുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ എത്ര പ്രോ ഡ്രൈവർ ആണെങ്കിലും അവർക്ക് ചാൻസ് കൂടുതലാണ് തമ്മി പിറ്റിയാൻ. കാരണം 4 കാർസ് അല്ലേ ഫോളോ ചെയ്തോണ്ടിരുന്നത്. ഇത് കൊള്ളല്ലേ? ഒരു നിമിഷം കണ്ണൊന്ന് കണ്ണ് ബ്ലിങ്ക് ആക്കി കഴിഞ്ഞാൽ ഷിബു. ഈ ഒരു കത്തിക്കുന്ന ഏരിയയിലൊന്നും വന്നടാ ഈ TJയുടെ. യെസ്. അതെ, TJയുടെ മെമ്പേഴ്സ് ഒക്കെ എവിടെയാ? ആരെങ്കിലും അവരെ ഫോളോ ചെയ്യുന്നുണ്ടോ? TJയുടെ മെമ്പേഴ്സ് ഇപ്പൊ കറന്റ് കുറച്ചുപേരെ കത്തിക്കുന്നുണ്ട്. ബാക്കിയുള്ളവർ എന്തെന്ന് അറിയത്തില്ല. എസ്കേപ്പ് RPO MRC 26 എന്നാണോ വലിയ കൂടുതൽ? ഷിബു സുൽത്താൻ എന്താവുന്നുള്ള നമുക്ക് നോക്കട്ടെ. ഇവിടെ വേറെ ആരും ഇല്ലേ? ഞാൻ മാത്രമുള്ള? എക്സ്പ്ലെയിൻ അബൌട്ട് മിന്നലിന് എന്ത് പറ്റി? കത്തിച്ചായിരുന്നവര്? ഇല്ലല്ലോ. നീ വെക്കണ്ടാ നിന്നെ ഒരു 30 മിനിറ്റ് ടൈം ഔട്ട് കൊടുക്കട്ടാ. ഷിബു സ്പീക്കർ.
ഷിബു അത് കാട്ടി കയറി വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് വെയിറ്റ് ചെയ്യുക ഗൈസ്. ഇവിടുത്തെ ആൾക്കാരെ കത്തിക്കുന്നവരെ ഒന്ന് ഞങ്ങൾ GRV അടിച്ചിട്ട് ബാക്കി നോക്കാം. എക്സലെ നീ അവിടെ നോക്കണേ, ഞാൻ ഇവിടെയാണേ, കേവിയുടെ അടുത്താണേ. എവിടെ? ഞാൻ കേവിയുടെ സിറ്റുവേഷനിലാണ്. നീ അവിടെ നോക്കണമെന്ന്. എടാ ഇനി 2-4 പേര് കത്തിപ്പോയതാടാ, ഇനി വരാണ്ട് കുറെ പേര് കത്തിപ്പോയതാ ബാക്കിയുള്ളവരൊക്കെ. ഇവിടെ കത്തിക്കുന്നത് നോക്കണം. കത്തിക്കുന്ന നോക്കിയില്ലെങ്കിൽ അവരെ GRV അടിക്കാൻ പറ്റത്തില്ല. അക്കു ഒക്കെ വന്നല്ലോ. അക്കുവിനെ ഒന്ന് കാണാൻ പോലും ഇല്ലായിരുന്നല്ലോ. അക്കു എവിടെയായിരുന്നു? അക്കു ഇവിടെ കത്തിക്കോ അവര്? ഹോസ്റ്റ് എടുത്താടാ അവര്. ആരെയോ പൊക്കിട്ടുണ്ട്. അല്ല TG തന്നെയാണ്. ഈ ഇനിഷ്യൽ സിറ്റുവേഷനിൽ EMS ഒന്ന് പൊക്കിക്കോളും കേട്ടോ. അവര് കത്തിക്കുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ. EMS വരുന്നുണ്ട്. EMS എല്ലാരും പൊക്കും തോന്നുന്നു. പറഞ്ഞോ. കേക്കോ? TJ സുരേഷ് പാണ്ഡ്യൻ ഹെൽപ്പ് ഇട്ടു. മറ്റേ ആ MRസിന്റെ 2 പേരെ മാറ്റിയിട്ടേക്കുന്നുണ്ടോ? ആ 2 പേരെ GRV അടിക്കുമോന്ന്, ബാക്കിയുള്ളവരെ അടിക്കണ്ട. ഹെൽപ്പ് ഇട്ടേക്കുന്നു. എന്താ പറ്റി? ഞാൻ അവിടെ തന്നെ. ഇതൊന്ന് 2 GRV അടിക്കാവോ? എന്താ ബാക്കിയുള്ളവരെ കത്തിക്കുന്നോ നിങ്ങള്? ബാക്കിയുള്ളവർ കത്തിക്കുക. അങ്ങനെ EMSനെ വിളിച്ച് പൊക്കി പിടിപ്പിച്ച പോരെ? EMS വന്നിട്ടുണ്ടല്ലോ. അല്ല പൊക്കി പിടിപ്പിക്കാനല്ല, അല്ലാതെ ഡയറക്റ്റ് അങ്ങ് ഗ്യാമസിലോട്ട് വിട്ടാൻ. താങ്ക്സ്. വിടാവോ? മാറിക്കണോ GRV? ഹലോ ഹലോ. എടാ കിച്ചുനെ മാറ്റിയിട്ടോ. കിച്ചുവിന്റെ എന്തി? കിച്ചുനെ അതോടെ അതിന് GRV അടിക്കുക. ഇതാറാ ഇവനേതാ? ഇത് അലക്സ്. അലക്സ് ഇതൊക്കെ ആറാ. ഇപ്പൊ അഖില് മൂഞ്ചിയല്ല. മാറിയ അവൻ ലീഡറല്ലേ? അവനെ പൊക്കിട്ടെന്തിരി? അവൻ ലീഡറാ. പിന്നെ 10,000 1 ലക്ഷം ഒക്കെ കൊടുത്ത് മൊട്ടനാണ്. ഷിബുവിനെ കിട്ടിയോ? ടോമേ ഇത് കത്തിക്കുന്നു നോക്കടാ. 1 മിനിറ്റ്. ഫൈബറല്ലേ ഇവിടെ? ഞാൻ ഇവിടെ സൈഡിൽ കാണാം. ഷിബു ഒരു അൾട്ടിമേറ്റ് എസ്കേപ്പ് അവിടെ നടത്തി പോയിട്ട്. ഷിബു അവരുടെ ഗ്യാങ് ഹൗസിൽ എത്തിയാണ്.